ഈ കാണുന്ന 17 സെൻറ്റ് പ്ലോട്ടിലേക്ക് ഒരു വീട് ഡിസൈൻ ചെയ്യണം എന്നുള്ള ആവശ്യമായിട്ടാണ് ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. നമുക്ക് 17 സെൻറ്റ് പ്ലോട്ട് ഉണ്ട്, പക്ഷേ പ്ലോട്ടിൻ്റെ ഷേപ്പ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ലീനിയർ ആയിട്ടുള്ള പ്ലോട്ടാണ്, നീളത്തിലാണ് പ്ലോട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, പിന്നെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു പോർഷൻ വരുന്നു, പിന്നെ പുറകു വശത്തേക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലോട്ട്. ഇത്തരത്തിലാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ ക്ലയൻറ്റ് ഈ ഒരു പ്ലോട്ടിലേക്ക് ഒരു 4 BHK ഡിസൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആദ്യം ഒന്ന് ആലോചിച്ചു. കാരണം പ്ലോട്ടിൻ്റെ ഷേപ്പ് ഇത്തരത്തിലാണല്ലോ ഉള്ളത്. അത് മാത്രമല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂംസ് അക്കോമഡേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം മതി എന്നുള്ളതാണ് ക്ലയൻറ്റ് പറഞ്ഞത്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയായിട്ട് ഡിസൈൻ ചെയ്യണം എന്നുള്ളതായിരുന്നു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചലഞ്ചിങ് ആണ് പ്ലാനിങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളത് ഓവർകം ചെയ്തിട്ടാണ് പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ നമ്മൾ ഈ ഒരു രീതിയിലാണ് വീണ്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡ് കോണ്ടസ്റ്റ് ആദ്യം നമുക്കൊന്ന് നോക്കാം. നമ്മളെ റോഡ് പോകുന്നത് വെസ്റ്റ് സൈഡിലൂടെയാണ്, വെസ്റ്റ് ഫേസിങ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണിത്. അപ്പോൾ നമ്മൾ ആദ്യം സോണിങ് ചെയ്തു. അതിൽ വിൻഡ് ഡയറക്ഷൻ നോക്കി മാക്സിമം കാറ്റ് എവിടുന്ന് നമുക്ക് വരുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്നാണ് നമുക്ക് മാക്സിമം കാറ്റ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സൺപാത്താണ്, ഈസ്റ്റ് ടു വെസ്റ്റ് സൺപാത്ത് വരുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം ലൈറ്റ് സർക്കുലേഷനൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ നമ്മൾ ഒരു കണ്ടംപററി എലിവേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റീൽ കാർ പോർച്ച് ഫ്രണ്ട് സൈഡിലാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പോർഷൻ 2 പാർട്ടാക്കി നമ്മൾ ഈ ഒരു ലീനിയർ ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫ്രണ്ട് സൈഡിലേക്ക് കംപ്ലീറ്റ്ലി ഫ്രണ്ട് യാർഡ് ആക്കാം. അത് മുറ്റമായിട്ട് കിടക്കട്ടെ, പുറകു വശത്തേക്ക് നമ്മൾ വീട് കയറ്റാന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്തരത്തിലാണ് അതിൻ്റെ ഒരു പ്ലാനിങ് സൈഡിലേക്ക് നമ്മൾ പോയത്. എക്സ്റ്റീരിയർ ഒരു കണ്ടംപററി എലിവേഷൻ കൊടുത്തുകൊണ്ട് കുറച്ച് ഏരിയ സ്ലോപ്പ് പ്രൂഫൊക്കെ കൊടുത്ത് ചെറിയ ട്രോപ്പിക്കൽ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ സൈഡിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ കാർ പോർച്ച് കൊടുത്ത്, കാർ പോർച്ച് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കയറുന്നത് ഫോമൽ ലിവിങ് ഏരിയയിലേക്കാണ്. ഫോമൽ ലിവിങ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമ്മളവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്, ഒരു വിൻഡോ കൊടുത്തു. മാക്സിമം എയർ ആൻഡ് ലൈറ്റൊക്കെ തന്നെ കയറുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫോമൽ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പ്രെയർ റൂം വേണം എന്നുള്ളത് ക്ലയൻറ്റ് റിക്വയർമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതെവിടെ കൊടുക്കാം എന്നുള്ളത് ആലോചിച്ചു. എന്തായാലും നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ താഴെ, അത് വലിയ പ്രെയർ റൂമായിട്ട് വേണ്ട, അവർക്ക് സ്പേസ് ആയിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്പേസ് അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം, ഫസ്റ്റ് ബെഡ്റൂം, വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം അവിടെ വരുന്നത്. ബെഡ്റൂമിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേ വിൻഡോ നമ്മൾ ആഡ് ചെയ്തെന്നുള്ള, പിന്നെ 2 വിൻഡോസ് നമ്മൾ കൊടുത്തു. അപ്പോൾ മാക്സിമം എയർ സർക്കുലേഷനും ലൈറ്റും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്, ടോയ്ലറ്റ് വരുന്നുണ്ട്. ടോയ്ലറ്റിൽ നമ്മൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒക്കെ തന്നെ തിരിച്ചുകൊണ്ടാണ് പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വെളിച്ചം കിട്ടാനായിട്ടൊരു വലിയ വിൻഡോ കൊടുത്തു. അത് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കാര്യം, അതായത് ഡൈനിങ്ങിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ്റിയോ സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നതാണ്. അവിടെ എക്സിസ്റ്റിംഗ് വെല്ലുണ്ട് കേട്ടോ. ആ ഒരു എക്സിസ്റ്റിംഗ് വെല്ലിനെ നമുക്ക് എന്തായാലും അത് വേറൊരു കൺസ്ട്രെയിൻ ആയിരുന്നു ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച്. കാരണം എക്സിസ്റ്റിംഗ് വെല്ല് വരുന്നുണ്ട്, അപ്പോൾ അതെവിടെ കൊടുക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ഒരു പാറ്റിയോ കൊടുത്തത്. അപ്പോൾ എക്സിസ്റ്റിംഗ് വെല്ല് അതേപോലെ തന്നെ വെക്കാൻ പറ്റും. അവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തുകൊണ്ട് ഈ കാണുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ കുറച്ചൊരു ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ബെഡ്റൂംസ് കൂടി ഗ്രൗണ്ട് ഫ്ലോറിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കിച്ചൺ, ഫാമിലി ലിവിങ്, വർക്ക് ഏരിയ ഒക്കെ കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ നിന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന ലേഔട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഒരു നാരോ പാസേജ് കൊടുത്തുകൊണ്ട് 2 ബെഡ്റൂമിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളൊരു വാഷ് ബേസിൻ, കോമൺ ടോയ്ലറ്റ് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ബെഡ്റൂംസ് വന്നിട്ട് അതിലേക്ക് ഒരു കോമൺ ടോയ്ലറ്റും വാഷ് ബേസിനും കൊടുത്തു. പിന്നെ ഫാമിലി ലിവിങ് വരുന്നത് ഇവിടെയാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അത് ഷോ കിച്ചണാണ്, ആക്ച്വലി ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കില്ല, അത് ഷോ കിച്ചണാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഫാമിലി ലിവിങ് ആ ഒരു ഓപ്പൺ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ട്, പിന്നെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് കിച്ചൺ ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചൺ കൊടുത്തു. പിന്നെ ഒരു വരാന്ത കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട് ഫേസ് ചെയ്യുന്നത് വെസ്റ്റിലേക്കാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് വരുന്നത് ബെഡ്റൂമാണ്. അപ്പോൾ ഈ ഒരു പാറ്റിയോ സ്പേസ് സൗത്ത് വെസ്റ്റിൽ നിന്ന് വിൻഡിനെ അത് കളക്ട് ചെയ്തിട്ട് വീടിനകത്തേക്ക് കൊണ്ടുവരും. അത് ഈ കാണുന്ന വിൻഡോ, ഡൈനിങ്ങിൻ്റെ വിൻഡോയും ബാക്കിയുള്ള വിൻഡോസിലൂടെയൊക്കെ പുറത്തേക്ക് പോവുകയും അതുകൊണ്ട് തന്നെ ചൂട് മാക്സിമം വീടിനകത്ത് കുറയ്ക്കാൻ സാധിക്കും. ഇതിൽ ചൂട് കുറയ്ക്കലൊരു നിർബന്ധമായിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം ധാരാളം ടെറസ് ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട്. നമുക്കൊരു ബെഡ്റൂം മാത്രമേ അവിടെ കൊടുക്കേണ്ടുള്ളൂ. ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ടെറസ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ചൂട് കുറയ്ക്കൽ നിർബന്ധമാണ്. അപ്പോൾ മാക്സിമം
കാറ്റിനെ നമ്മൾ വീടിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിലും ബേ വിൻഡോ ഈ ഒരു കോർണറിൽ കൊടുത്തിട്ടുള്ളത്, കാറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിലും വിൻഡോസ് വഴി മാക്സിമം വിൻഡ് എല്ലാ ബെഡ്റൂമിലേക്കും അതേപോലെ തന്നെ ഈ ലിവിങ് ഏരിയയിലേക്കും ഒക്കെ തന്നെ ലഭിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഓവറോൾ ലേഔട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോർ പ്ലാനിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബെഡ്റൂം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലാണ്, അതായത് ഫ്രണ്ട് സൈഡിൽ തന്നെ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകുവശത്ത് എവിടെയും ബെഡ്റൂം കൊടുക്കുക, ഫ്രണ്ട് സൈഡിൽ കൊടുത്താൽ മാക്സിമം കാറ്റ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പോൾ സ്റ്റെയർ വഴി നമ്മൾ എത്തുന്നത് ചെറിയൊരു സ്പേസിലേക്കാണ്, അവിടെ ഡോർ കൊടുത്തിട്ടുണ്ട്, അതുവഴി പുറകുവശത്ത് ഓപ്പൺ ടെറസിലേക്ക് ആക്സസ് ചെയ്യാം. പിന്നെ ഓപ്പൺ ടെറസിൽ തന്നെ ഒരു ഗ്ലാസ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആ ഒരു നാരോ പാസേജ്, ബെഡ്റൂംസിലേക്ക് പോകുന്ന ആ പാസേജ് അത്യാവശ്യം നീളത്തിലുള്ള നാരോ പാസേജ്, അവിടെ വെളിച്ചം വന്നാലേ ആയിരിക്കും ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, മാത്രമല്ല കുറച്ചുകൂടി ഒരു വിശാലത ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം, അതിലേക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഡ്രസ് ഏരിയ, ഒരു ബേ വിൻഡോ ഫ്രണ്ട് സൈഡിൽ കൊടുത്തു. അതുവഴി ധാരാളം കാറ്റ് ഈ ബെഡ്റൂമിലേക്ക് ലഭിക്കും. പിന്നെ ഒരു സീൻ ബിലോ നമ്മൾ ഫോമൽ ലിവിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത്തരത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്തതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടോട്ടൽ ഏരിയ വരുന്നത് 2618 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടി വരുന്നത്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ 2038 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 584 സ്ക്വയർ ഫീറ്റും, ടോട്ടൽ ഏരിയ വരുന്നത് 2618 സ്ക്വയർ ഫീറ്റാണ്. പിന്നെ എക്സ്റ്റീരിയറിൽ നമുക്ക് അത്യാവശ്യം ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള സ്പേസ് ഫ്രണ്ട് സൈഡിൽ ലഭിക്കുന്നുണ്ട്, ധാരാളം മുറ്റം ലഭിക്കുന്നുണ്ടായിരുന്നു. അവിടെ താണ്ടൂർ സ്റ്റോണ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെടികളൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ഭംഗിയാക്കി എടുക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ട്. വീട് ഈ പറഞ്ഞ പോലെ പുറകുവശത്താണെങ്കിലും മുറ്റം വരുന്നതും പിന്നെ ആ കാർ പോർഷൻ എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഷേപ്പ് ഒന്നും വർക്ക് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവുക പോലുമില്ല. അത്തരത്തിലാണ് നമ്മൾ പ്ലാനിങ്ങിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഈ ഒരു വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.